നമസ്കാരം ഗൈസ്. എല്ലാവരും ഭയങ്കര ടെൻഷനിലിരിക്കുന്ന സമയമാണെന്ന് എനിക്കറിയാം. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് ആരാണ് ബിഗ് ബോസ് സീസൺ 7ന്റെ വിന്നർ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇന്നലെ അനുമോള് പറഞ്ഞ കുറച്ച് വാക്കുകൾ ഞാനിവിടെ എടുത്തിടുകയാണ്. അതായത് എല്ലാവരും ഇവിടം വരെ എത്തിയത് ആ ഒരു വിന്നിംഗ് പോയിന്റിലാണ്. ഇതിപ്പം ഓരോ ടൈം പീരീഡ് വരെ നിന്നതും അതേപോലെ ലൈക്ക് ഇപ്പോൾ ഫിനാലയിൽ എത്തിയവരാണെങ്കിൽ എന്താണെങ്കിലും അവർ അവരുടെ എഫേർട്ട് എടുത്തിട്ടാണ്. സോ കപ്പ് തൂക്കുന്ന ആള് വിന്നർ, പക്ഷെ എല്ലാവരും വിന്നർ തന്നെയാണ്. ആ ഒരു 100 days അവിടെ സർവൈവ് ചെയ്ത് നിൽക്കാൻ പറ്റുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ കാര്യമല്ല. ഇപ്പോൾ ഓരോരുത്തരെയും പറ്റി ഞാൻ പറയുകയാണെങ്കിൽ നെവിൻ ആസ് ആൻ എന്റർടൈനർ, അതിൻ്റെ ഇടയിൽ ഒരു ഫേക്ക് പേഴ്സണായിട്ട് ഇല്ലാത്ത വിത്തൗട്ട് ഫിൽറ്റർ പേഴ്സൺ ആണ് നെവിൻ തന്നെ ഞാൻ പറയും. കാരണം അതേപോലെയാണ് അവിടെ ആ ഒരു ഹോൾ ഡേ ഹോൾ സീസൺ നെവിൻ നിന്നിരിക്കുന്നത്. നെവിൻ്റെ ഇമോഷൻസ് എല്ലാം വിത്തൗട്ട് തിങ്കിങ് അബൌട്ട് ദ ഇമേജ് ആള് പുറത്തിട്ടിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ നല്ല വശം ചീത്തവശം കാണുന്ന രീതിയിൽ നമ്മൾ അതിനെ പരാമർശിച്ചിട്ടുണ്ട്. അനീഷ് എന്ന് പറയുന്നത് ആസ് എ കോമണർ ആയിട്ടുള്ള കയറിയിട്ടുള്ള ഒരു വ്യക്തി. അനീഷിന്റേതായ സ്ട്രാറ്റജി എടുത്തു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അനീഷ് ഒന്ന് സ്ലോ ഡൗൺ ആയി. ഷാനവാസ് ആണെങ്കിലും ഒരു തരക്കേടില്ലാത്ത സീസൺ എന്നുള്ള പറയുന്ന രീതിയിൽ എല്ലാവരും അവരുടേതായ രീതിയിൽ അവർ ഗെയിം കളിച്ചിട്ടുണ്ട്. ടു ബി ഫ്രാങ്ക് നമ്മൾ പറയണമല്ലോ, കണ്ടന്റ് കൂടുതൽ ആര് കൊടുക്കുന്നു, സർവൈവൽ ആയിട്ട് നിൽക്കുന്നവർ ആരൊക്കെയാണ്, എന്താ പറയാ കൊഴിഞ്ഞു വീഴാത്തവർ ആരൊക്കെയാണെന്നുള്ളൊരു ചോദ്യത്തിന്റെ ഫൈനലാണ് നമുക്ക് ഈ ടോപ്പ് 5 കിട്ടിയിരിക്കുന്നത്. നോറ ആസ് എ പേഴ്സൺ ടിക്കറ്റ് ടു ഫിനാലെ വിന്നർ ആണ്. ആള് ടോപ്പ് 5 വരേണ്ട ഒരാൾ തന്നെയായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഔട്ട് ആയിപ്പോയി. അപ്പം ഈ ഒരു ഇന്നലെ മിറർ ഇതിൽ എല്ലാവരും അവരുടേതായ രീതിയിൽ പ്രൗഡാണ്. അത് നമുക്ക് ഒരു എക്സ് കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിലും ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളുണ്ട്. ലൈക്ക് പല കാര്യങ്ങളും അവരതിനകത്ത് പഠിച്ചിട്ടുണ്ടാവും, പല കാര്യങ്ങളും അവരതിനകത്ത് ഒഴിവാക്കിയിട്ടുണ്ടാവും. എല്ലാ രീതിയിലും അവർ അവരുടേതായ രീതിയിൽ കഴിവ് പുറത്ത് കാണിച്ചിട്ടുണ്ട്. PR മറ്റു കാര്യങ്ങളെല്ലാം പുറത്ത് നിൽക്കട്ടെ. ഈ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ PR ടോക്ക് നടന്നിട്ടുണ്ട്. PR ആരായിരുന്നു, അവരുടെ ഇന്റർവ്യൂസ് കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട്. ഇപ്പോ ഒരു ഫൈനൽ ഇതിൽ നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു സൈഡിൽ അനീഷ്, ഒരു സൈഡിൽ അനുമോളും നല്ല രീതിയിലാണ് നിൽക്കുന്നത്. ഇപ്പൊ ഇന്നലെ തൊപ്പി അനീഷിന് വേണ്ടിയിട്ട് വോട്ട് എടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടമാണ്. ഇപ്പൊ അനുമോൾക്ക് ഇഷ്ടമുള്ളവർ അനുമോളെ പറ്റി സംസാരിച്ച് വോട്ട് എടുക്കട്ടെ. തൊപ്പിക്ക് അനീഷിനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അനീഷിനെ വെച്ച് എടുക്കട്ടെ. ഇതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടമാണ്. നമുക്കൊന്നും പറയാനില്ല, അതിനെ ചോദ്യം ചെയ്യാനും നമുക്ക് അതിന്റെ ആവശ്യമില്ല. അപ്പോ എനിക്കിപ്പോ നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു എന്താ പറയാ, എനിക്ക് ഇയാൾ ഇഷ്ടമാണ് അതുകൊണ്ട് ഇയാൾ ജയിക്കണം, എനിക്ക് ഇയാളെ ഇഷ്ടമല്ല അതുകൊണ്ട് ഇയാൾ ജയിക്കരുത്, അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളൊന്നുമല്ല ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. യുവർ അഭിപ്രായം, അതായത് ഹോൾ സീസൺ ബിഗ് ബോസ് സീസൺ 7നെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം, അതേപോലെ ആര് ജയിക്കണം എന്നാണ് നിങ്ങൾക്ക് ഇഷ്ടം, ആര് കപ്പ് തൂക്കും എന്നാണ് നിങ്ങളുടെ ഇഷ്ടം. അതിനകത്ത് PR ടോക്കും കാര്യങ്ങളും ഒന്നും കൊണ്ടുവരണ്ട. കാരണം PR കൊടുത്തത് ഇത്ര വലിയ തെറ്റൊന്നുമല്ല. എല്ലാവർക്കും PR ഉണ്ട്. PR ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലത്തെ ഒരു റിയാലിറ്റി ഷോയിൽ 100 days അവിടെ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. PR കൊടുക്കാൻ പറ്റാത്തവർ പുറത്ത് ഔട്ടായിട്ട് വന്നിട്ട് PR-ന്റെ ഫലം കൊണ്ടൊന്ന് കുറ്റം പറയണല്ലോ ഒന്നും ഒരു ലോജിക്കും ഇല്ല. കാരണം കഴിഞ്ഞ സീസണിലും PR-ഉം കാര്യങ്ങളും എല്ലാ സീസണിലും PR-ഉം കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഈ ഒരു സീസണിലാണ് PR എന്ന് പറയുന്നത് ഭയങ്കര ഒരു ചർച്ചാ വിഷയമായിട്ട് മാറിയത്. അതേപോലെ തന്നെ അനുമോളുടെ കാര്യമാണെങ്കിൽ ഇപ്പൊ പല ടോക്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതിനെ ഇപ്പോ ഞാനാണെങ്കിൽ ഇപ്പൊ ഒരു പ്രേക്ഷക എന്നുള്ള രീതിയിൽ പാർട്ട് ഓഫ് ദ ഗെയിം ആണ്. എവറിതിങ് ഇസ് പാർട്ട് ഓഫ് ദ ഗെയിം. അതിന്റെ കൂടെ ചില കാര്യങ്ങൾ ക്യാരക്ടർ വരുന്നുണ്ട്. അതിന്റെ ലെവൽ അനുസരിച്ച് നമ്മൾ ടേക്കപ്പ് ചെയ്യുക. കാരണം ഓവറായിട്ട് ബൗണ്ടറി ക്രോസ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഗെയിമാന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റത്തില്ല. പക്ഷെ ഒട്ടുമിക്ക കാര്യങ്ങൾ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പൊളിറ്റിക്സ് ഇൻ ദ സെൻസ് ലൈക്ക് ഹെൽത്തി പൊളിറ്റിക്സ് കണ്ടസ്റ്റൻസ് തമ്മിലുള്ളത്, അതല്ലാതെ അവരുടെ വീട്ടിലോട്ട് കയറിയപ്പോൾ പാരന്റ്സിനെ പറ്റി സംസാരിക്കുന്നതിലൊന്നും എനിക്ക് യാതൊരു വിധത്തിലുള്ള അഭിപ്രായം കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ആസ് എ ബിഗ് ബോസ് ഫാമിലി എന്നുള്ള രീതിയിൽ ഞാനും ഇവർക്ക് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് കൊടുക്കുകയാണ്. കാരണം നമ്മൾ ഗെയിമിന്റെ സ്പിരിറ്റിൽ നമ്മൾ പല കാര്യങ്ങളും സംസാരിക്കും, പല കാര്യങ്ങളും നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്ത് സംസാരിക്കും. കാരണം വി ആർ ഇൻ ടു ദാറ്റ് ഗെയിം. ആ ഗെയിമിന്റെ സ്ട്രാറ്റജിയും കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് സംസാരിച്ചത്. പക്ഷെ എന്റെ പേഴ്സണൽ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും അവരുടേതായ രീതിയിൽ അവരവിടെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, വെദർ ഇറ്റ് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. അതേപോലെ അനുമോള് പറഞ്ഞ മാതിരി എല്ലാവരും വിന്നേഴ്സ് ആണ്. കാരണം അത്രയും ദിവസം അതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യം തന്നെയല്ല. അവർക്ക് അവരോട് തന്നെ പ്രൗഡ് ഫീൽ തോന്നുന്ന ഒരു കാര്യങ്ങളാണ്. അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവിടെ നിൽക്കുന്നത്. ഒരു മനുഷ്യൻ സ്ട്രഗിൾ ചെയ്യുമ്പോൾ ആ മനുഷ്യന്മാരിൽ ഉണ്ടാവുന്ന ഒരു ഗ്രാഫ് ചേഞ്ചസും കാര്യങ്ങളൊക്കെയാണ് അവിടെ കണ്ടിരിക്കുന്നത്. അപ്പം അതിനകത്ത് ഇനി എനിക്ക് നിങ്ങളോട് എന്റെ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് വേണ്ടിയിട്ട് കമന്റ് ഇട്ട് ലൈക്കും ഷെയറും കമന്റൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു. എനിക്ക് ഓപ്പൺലി താങ്ക് യു സോ മച്ച്. ഇനിയും അങ്ങോട്ട്
ഇനിയും അങ്ങോട്ടും എന്ന് പറഞ്ഞിട്ട് നമുക്കറിയില്ല ഇനി ആരാ വിന്നർ ആവാൻ പോകുന്നത് എന്നുള്ളത്. അനീഷ് ഓർ അനുമോൾ ആരോ അതാരാന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങളുടെ തോട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക. ഈ സീസൺ 7 പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ വ്യക്തമായിട്ട് കമന്റ് ചെയ്യുക. ആൻഡ് കീപ് സപ്പോർട്ടിങ് മീ. ദ വെരി നെക്സ്റ്റ് ഡേ, നാളെ തൊട്ടാണെങ്കിലും എന്റെ വേറെ രീതിയിലുള്ള കണ്ടന്റ് വൈസ് വെച്ചിട്ടുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾ തന്ന സപ്പോർട്ട് അതേപോലെ തന്നെ ഞാൻ മുന്നോട്ട് പ്രതീക്ഷിക്കുകയാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ. എന്റെ അഭിപ്രായങ്ങൾ നിങ്ങളോട് സംസാരിക്കുകയും നിങ്ങളുടെ അഭിപ്രായം എന്നോട് സംസാരിക്കുകയും ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു ഹെൽത്തി നല്ല രീതിയിലെ കമ്മ്യൂണിക്കേഷൻ ഈ ഒരു സീസണിൽ നമ്മൾ തമ്മിലുണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങളെ പ്രേക്ഷകർ എന്ന് പറയുന്നില്ല, എന്റെ യൂട്യൂബ് ഫാമിലി ആയിട്ട് തന്നെയാണ് ഞാൻ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇനി അങ്ങോട്ടും ഞാൻ തരുന്ന എന്റെ വ്ളോഗ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്റെ ചില തോട്ട്സ് ആണെങ്കിലും അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോസ് ആണെങ്കിലും ഇതേ തന്നൊരു സപ്പോർട്ടും കാര്യങ്ങളും മുന്നോട്ടുണ്ടാവണം. ചായ് ടോക്സ് വിത്ത് വൈബ് ഗുഡ് എന്ന് പറയുന്ന പോഡ്കാസ്റ്റിൽ ഈ സീസൺ 7 കുറച്ച് ആൾക്കാരുടെ ഇന്റർവ്യൂസും നമുക്ക് കാണാം. അത് ആരാണ് എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല. സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ് from Chai Talks with Vibe Good, and thank you so much for supporting me. And this is your turn, guys. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തതിനും എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഈ ഒരു സീസൺ 7 ജേർണി നമ്മൾ ഒരുമിച്ച് തന്നെ ട്രാവൽ ചെയ്തു. ആ ഒരു ഫീൽ എനിക്ക് നിങ്ങൾ തന്നു. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ എൻ്റെ അടുത്ത് സംസാരിക്കും, ഞാൻ അതിനുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യും. ആ ഒരു ജേർണി ഞാനും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. കുറച്ച് ലേറ്റ് ആയി പോയോ എന്നുള്ളൊരു സംശയം മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ അനീഷ ആണെങ്കിലും മനു ആണെങ്കിലും ആരാണ് ഡിസേർവ് ചെയ്യുന്നത് അയാൾ ജയിക്കട്ടെ. ഞാൻ ആ ഒരു രീതിയിലാണ് പറയുന്നത്. എനിക്ക് അനുമോളെ ഇഷ്ടമാണ്. അനുമോളുടെ പല കാര്യങ്ങളും, അനുമോളുടെ കാര്യങ്ങൾ ഞാൻ കേട്ടതിലും എനിക്ക് ഓക്കെയാണ്. പിന്നലത്തെ കോൺവെർസേഷനിലാണെങ്കിലും അനുമോള് മിറർ ടു മിറർ പറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം അത് ഭയങ്കര ഷാർപ്പായിട്ടുള്ള വാക്കാണ്. നല്ലതേ വരൂ, നല്ലത് വരട്ടെ, നല്ലതേ വരുള്ളൂ, നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ കുട്ടി എത്ര സ്ട്രഗ്ലിംഗ് പോയിന്റിലാണെങ്കിലും ആ കുട്ടി കൊണ്ട് നടക്കുന്ന വേർഡ്സ് അത് ഭയങ്കര ഷാർപ്പാണ്. അത് മാനിഫെസ്റ്റ് എന്നോ ട്രൂ കോൾ ഫ്രം ദ യൂണിവേഴ്സ് എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം. എന്ത് തന്നെയാണെങ്കിലും ആ ഒരു വാക്ക് പല ആളുകൾക്കും പ്രചോദനമാണ്. കാരണം എത്ര സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും നമ്മുടെ മനസ്സിൽ യാതൊരു വിധത്തിലുള്ള നെഗറ്റീവ് വാക്കുകളും കൊണ്ടുനടക്കാതെ, ഇവൻ ഞാനും ഡൗൺ ആവുന്ന സമയത്ത് ഇതൊന്നും ശരിയാവില്ല മറ്റുള്ള നെഗറ്റീവ് തോട്ട്സും കാര്യങ്ങളോട്ടൊക്കെ ഞാനും പോയിട്ടുണ്ട്. നെഗറ്റീവ് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സംസാരിക്കുമ്പോൾ അബ്സോർപ്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. അപ്പോൾ മൈൻഡ് അത് അബ്സോർബ് ചെയ്തിട്ട് അത് തന്നെ മേ ബി വരാനോ അല്ലെങ്കിൽ നല്ല കാര്യത്തിനെ ബ്ലോക്ക് ആവാനൊക്കെ നമ്മുടെ വാക്കുകൾക്കൊക്കെ ഭയങ്കര കഴിവുണ്ട്. അപ്പോൾ ഇന്നലെ അനുമോള് സംസാരിച്ച 2 കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമായത്, ഒന്ന് എല്ലാവരും വിന്നറായിട്ട് തന്നെ അനുമോള് കണ്ടു. അതേപോലെ ഇനി വേറെ ആരെങ്കിലും വിന്നർ ആവുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു പാട്ടാവാൻ സാധിച്ചില്ല. അനുമോൾക്ക് സന്തോഷം ഉണ്ടെന്ന് പറഞ്ഞു. സോ കുശുമ്പ് കൂണിട്ട് അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും എനിക്ക് പേഴ്സണലി അനുമോളുടെ ഭാഗത്തുനിന്ന് ഫീൽ ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ എല്ലാവരും അവിടെ PR ഉണ്ട്, എല്ലാവരും അവിടെ വായ്ത്തോന്നതൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സീസണിൽ ഭയങ്കര ഒരു ബാക്ക് സ്റ്റാബിങ് കൂടുതലായിരുന്നു. അനുമോൾ എന്ന് പറയുന്ന വ്യക്തിക്ക് ഭയങ്കര അധികം സൈബർ അറ്റാക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ORM PRM ഒക്കെ ഉണ്ടായിട്ട് പോലും അതിനൊക്കെ താണ്ടി നല്ല രീതിയിൽ അറ്റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നാലും പക്ഷേ സർവേ ചെയ്ത് ഇവിടം വരെ എത്തി. എന്നാൽ പോലും ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടാണ് എനിക്ക് കപ്പ് കിട്ടണം, എനിക്ക് കപ്പ് കിട്ടുള്ളൂ എന്നുള്ളൊരു ഇതൊന്നുമില്ല. ഈവൻ ഇന്നലത്തെ മിഡ് വീക്ക് എവിഷനിൽ പോലും അനുമോൾ ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഷീ ഈസ് റെഡി ടു സ്ട്രഗിൾ. അതില് ഇനി മുന്നോട്ട് സ്ട്രഗിളും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ കാര്യങ്ങൾ കോപ്പ് ചെയ്യാൻ പറ്റട്ടെ. ഇപ്പോഴും എനിക്ക് ഇത് തന്നെ പറയുള്ളൂ, അനുമോൾ പറഞ്ഞ വാക്ക് ഞാനിവിടെ കോപ്പി ചെയ്യാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ, നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ എഗെയിൻ കീപ് സപ്പോർട്ടിങ് മീ. ചായ് ടോക്സ് വിത്ത് വൈബ് ഗുഡ് എന്ന് പറയുന്നത് നിങ്ങളുടെയും കൂടി ഒരു ചാനലായിട്ട് നിങ്ങൾ ഏറ്റെടുക്കുക. ഈ ഒരു ഫാമിലിയിൽ നമുക്ക് ഒരുമിച്ച് ട്രാവൽ ചെയ്യാം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പ്ലാൻ ആക്കിയിട്ടുണ്ട്. അതെല്ലാം എനിക്ക് നിങ്ങളുടെ പ്രേയേഴ്സും സപ്പോർട്ടോട് കൂടിയിട്ട് എനിക്കത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ അനീഷാണോ അനുമോളാണോ ആരെ കപ്പെടുക്കണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം. ഞാൻ ഇവർ രണ്ടുപേരും പറയുന്നത് കൂടുതലും ഇവർ രണ്ടുപേരാണ് ലാലേട്ടൻ്റെ അപ്പുറം ഇപ്പുറം നിൽക്കും എന്നുള്ളൊരു ഹിയർ ആൻഡ് സേ ആണ് ലിറ്ററലി കേട്ടോ. ഐ ഡോണ്ട് ഹാവ് എനി ഐഡിയ ഹൂസ് ഗോണ പിക്ക് ദ കപ്പ്. അപ്പോൾ ആരായിരിക്കും എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ സീസൺ 7 വച്ചിട്ട് വ്യക്തമായിട്ട് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്തായിരുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഈ ഒരു ബിഗ് ബോസ് സീസൺ 7 ജേർണി എന്നുള്ളതും കമന്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. അപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ നിങ്ങളോട് പറയാണ്, വിഷ് യു ഓൾ ദ ബെസ്റ്റ് ടു എവ്രി വൺ. അതായത് ബിഗ് ബോസിൽ സീസൺ 7 ഉണ്ടായിരുന്ന എല്ലാ കണ്ടസ്റ്റൻസിനും വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഫോർ ദ ഗുഡ് ഫ്യൂച്ചർ. ആൻഡ് അനുമോളിന് സ്പെഷ്യൽ ആൻഡ് ഓൾ ദ ബെസ്റ്റ്. അനുമോൾ കപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സന്തോഷം. അഥവാ അനുമോൾ കപ്പ് എടുത്തിട്ടില്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത്, അനുമോൾ ഒരുപാട് പ്രേക്ഷക ഹൃദയം നേടിയിട്ടുണ്ട്. പല ആൾക്കാരുടെയും മനസ്സിൽ അനുമോൾ വിന്നറാണ്. അതും വലിയൊരു കാര്യം തന്നെയാണ്. കാരണം നമ്മൾ ചില കാര്യങ്ങൾ അച്ചീവ് ചെയ്യുമ്പോൾ പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് ഒരു വെറുപ്പ് അല്ലെങ്കിൽ ഒരു വാല്യൂ ഇല്ലാത്തൊരവസ്ഥ വന്നാൽ ആ കപ്പ് എന്നും ഒരു ബേർഡനായിട്ട് തന്നെ മാറും. പക്ഷെ അനുമോളെ സംബന്ധിച്ച് അനുമോൾക്ക് ഒരുപാട് വീട്ടമ്മ സപ്പോർട്ട് ഉണ്ട്. ഒരുപാട് ആൾക്കാർ, എനിക്ക് ഇന്നലെയും ഇൻസ്റ്റയിലൊക്കെ ഒരുപാട്
സപ്പോർട്ട് ആൾക്കാർ പറഞ്ഞായിരുന്നു. ഒരു കമന്റ് ഉണ്ടായിരുന്നു, വീട്ടമ്മമാർ മാത്രമല്ല ചേച്ചി, യൂത്ത് ഉണ്ട്, പിള്ളേരുകൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടതിൽ ഭയങ്കര സന്തോഷം. അപ്പം പ്യുവർ ഇന്റൻഷനോടുകൂടി കാര്യങ്ങൾ ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക, ഫേസ് ദ യുനോ വാട്ട് എവർ ഇറ്റ് ഈസ്, എന്താണോ ലൈഫിൽ അത് ഹെഡപ്പ് ചെയ്ത് ഫേസ് ചെയ്യുക. എപ്പോഴും അനുമോൾ പറഞ്ഞ മാതിരി മൈൻഡിൽ ഒരു നെഗറ്റീവ് തോട്ട് വരാതെ, നെഗറ്റീവ് വർക്കുകൾ യൂസ് ചെയ്യാതെ നല്ലതേ വരുള്ളൂ എന്നുള്ള രീതിയിൽ മുന്നോട്ട് തന്നെ പോവുക, ഹെഡപ്പ് ചെയ്ത് പോവുക. ഓക്കെ, ഞാൻ അധികം പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല. ഇനി കപ്പ് എടുക്കുന്നത് ആരാണോ, ആ കപ്പ് എടുത്തതിന് ശേഷം ഞാൻ വന്ന് സംസാരിക്കാം. നമുക്ക് അതോട് കൂടിയിട്ട് ബിഗ് ബോസ് ടോപ്പിക്ക് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ ആരായിരിക്കും? അനുമോളായിരിക്കോ, അനീഷ് ആയിരിക്കോ, ആരായിരിക്കും കപ്പെടുക്കാൻ പോകുന്നത്? അനുമോൾ എടുക്കട്ടെ അല്ലേ? നോക്കാം, നമുക്ക് നോക്കാം. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്.